അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസും ബുഷ് വിൽമോറും അല്പസമയത്തിനുള്ളിൽ ഭൂമിയിലേക്ക് പുറപ്പെടും. ബഹിരാകാശ നിലയവുമായുള്ള ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ കവാടം അടച്ചിരിക്കുന്നു. സുനിതയും സംഘവും ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ ആണുള്ളത്. ഇപ്പോൾ സഹയാത്രികരോടും ബഹിരാകാശ നിലയത്തോടും യാത്ര പറഞ്ഞ് ക്രൂ 9 അംഗങ്ങൾ. ഹാച്ചിന്റെ ക്ലോഷർ പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. ഇന്ത്യൻ സമയം രാവിലെ 10:30-ക്കാണ് സംഘം പുറപ്പെടുക. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. മതി. മനീഷ് ഐഷ മാത്യു ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. മനീഷ, പറഞ്ഞാൽ വണ്ടിയിൽ കയറി ഡോർ അടച്ച് കാത്തിരിക്കുകയാണ്. ഇനി എപ്പോഴായിരിക്കും ആ ഡ്രാഗൺ പേടകം ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് യാത്ര തിരിക്കുക? ലക്ഷ്മി, 10:35 അല്ലെങ്കിൽ 10:30-ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായി ഈ സംഘം ഭൂമിയിലേക്ക് തിരിക്കും. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് കാണിച്ച ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അവസാന ഘട്ടമായത്, അതായത് ഈ ഹാച്ചിങ് ക്ലോഷറിൻ്റെ പ്രക്രിയയിലുള്ള അവസാന ഘട്ടത്തിലെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നിലവിലിപ്പോൾ നാസയുടെ തന്നെ നിക് ഹേഗ് ആണ് ഇതിൻ്റെ കമാൻഡർ. അതായത് നിലവിൽ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൻ്റെ കമാൻഡറായിട്ടുള്ളത് നിക് ഹേഗ് ആണ്. അപ്പോൾ നിക് ഹേഗ് അവസാന പ്രക്രിയകളൊക്കെ ചെയ്യുന്ന ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് കണ്ടത്. അതിനുശേഷം അവർ 4 പേരും ചേർന്ന് ഈ ബഹിരാകാശ പേടകത്തിലെത്തുന്നു. അവിടെ നിന്ന് ബഹിരാകാശ നിലയത്തിലെത്തുന്നു. ബഹിരാകാശ നിലയത്തിലെത്തി തൻ്റെ സഹയാത്രികരോട്, നിലവിൽ അവിടെ ഇവരെ കൂട്ടി 11 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ 4 പേരും മടങ്ങുമ്പോൾ ബാക്കി 7 പേരാണ് അവിടെ ഉണ്ടാവുക. അവരോട് യാത്ര പറഞ്ഞു. യാത്ര പറഞ്ഞതിന് ശേഷം ഈ പേടകത്തിലേക്ക് മടങ്ങിയെത്തി, അതായത് ഡ്രാഗൺ ഫ്രീഡം എന്ന് പറയുന്ന ക്രൂ 9 ഈ പേടകത്തിലേക്ക് മടങ്ങിയെത്തി. ഇവർ 4 പേരും സ്യൂട്ട് ധരിച്ചിട്ടുണ്ട്. ഇനിയും ചില സാങ്കേതികപരമായ ചില കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം 10:15 തന്നെ ഈ അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 10:30 ശേഷം തന്നെ അവിടുന്ന് ആ സംഘത്തിന് ഇവിടേക്ക് പുറപ്പെടാൻ കഴിയും. അങ്ങനെ പുറപ്പെട്ട് കഴിഞ്ഞാൽ 17 മണിക്കൂറുകൾ കൊണ്ട് ഭൂമിയിലെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഏകദേശം ഇന്ത്യൻ സമയം പുലർച്ചെ 3:00 തന്നെ ഫ്ലോറിഡയുടെ തീരത്തായിരിക്കും സംഘം എത്തുക. ഈ ഒരു യാത്ര തുടങ്ങുന്നത് തന്നെ ജൂൺ 5 എന്ന് പറയുന്ന ഒരു സമയത്തേക്കാണ്. കാരണം അന്ന് ഈ സ്റ്റാർലൈനറിൻ്റെ പേടകം പരീക്ഷണാർത്ഥമാണ് ഈ വിൽമോറും അതുപോലെ തന്നെ സുനിത വില്യംസും അതിലൊരു യാത്ര തിരിക്കുന്നത്. 8 ദിവസത്തെ ദൗത്യമായിരുന്നു അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. 8 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി സ്റ്റാർലൈനറിൻ്റെ തന്നെ പേടകത്തിൽ മടങ്ങിയെത്തുക എന്നുള്ളതായിരുന്നു അവരെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എത്തിയതിന് ശേഷമാണ് സ്റ്റാർലൈനറിൻ്റെ പേടകത്തിൽ ചില സാങ്കേതിക തകരാറുകൾ കാണുന്നത്. അതിൻ്റെ ഹീലിയം ചോരുന്ന അവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല ഈ പേടകത്തിന് മറ്റ് ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് അവരോട് അവിടെ കുറച്ച് ദിവസങ്ങൾ കൂടി തുടരാൻ നാസ ആവശ്യപ്പെടുന്നു. പക്ഷേ തുടർന്നതിന് ശേഷവും മടക്കിക്കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ആ സ്റ്റാർലൈൻ്റെ പേടകത്തിനെ അവരെ തിരിച്ചു കൊണ്ടെന്നുള്ളൊരു ധൈര്യം നാസയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ചില പ്രധാന പ്രശ്നങ്ങളൊക്കെ ആ പേടകത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഈ ബഹിരാകാശ യാത്രികരെ മടക്കി കൊണ്ടുവന്നാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ജീവഹാനി പോലും ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ആ യാത്ര തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു. അവിടെ തുടരാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം സെപ്റ്റംബർ അവസാനത്തോടു കൂടി തന്നെ ഈ ബഹിരാകാശ യാത്രികരായിട്ടുള്ള സുനിതയും അതുപോലെ തന്നെ വിൽമോറിനെ കൊണ്ടുപോയ സ്റ്റാർലൈനർ പേടകം ആളില്ലാതെ തിരിച്ചിറക്കി. അതിനുശേഷമാണ് ക്രൂ 9 സംഘം ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. ഈ ക്രൂ 9 സംഘത്തിൽ സാധാരണഗതിയിൽ 4 പേരാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ സുനിതയും വിൽമോറും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരെ നാസ ഈ ഒരു ക്രൂ 9 ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവിടെ നിന്ന് നിക് ഹേഗിനെയും അതുപോലെ തന്നെ റഷ്യയുടെ അലക്സാണ്ടറിനെയും മാത്രമാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. അങ്ങനെ ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ക്രൂ 9 4 അംഗ സംഘമായി ഇവർ മാറുന്നു. പിന്നീട് ഈ സുനിതയും അതുപോലെ തന്നെ വിൽമോറും ഈ ക്രൂ 9 4 അംഗ സംഘമായി മാറിയാണ് അവിടെ ഈ കഴിഞ്ഞ 6 മാസം പ്രവർത്തിച്ചിരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 287 ദിവസമാണ് ഈ 2 ബഹിരാകാശ യാത്രികരും ബഹിരാകാശ നിലയത്തിൽ ഉണ്ടായിരുന്നത്. അത് ഈ 8 ദിവസത്തെ ദൗത്യത്തിന് വേണ്ടി പോകുന്നു. അതിനുശേഷം അവിടെ കുടുങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. അതായത് മടങ്ങി വരാൻ സാധിക്കാതെ വരുന്നു. പിന്നീട് കുറച്ച് നാൾ കൂടെ അവരവിടെ തുടരുന്നു. പിന്നെ ഈ ക്രൂവിൻ്റെ ചേഞ്ച് വരുന്ന സമയത്ത് അവരെ ഈ ക്രൂ 9 ഭാഗമാക്കി മാറ്റുന്നു. ഇനിയിപ്പോൾ ക്രൂ 10 അവിടെ എത്തിയത് കൊണ്ട് തന്നെ ക്രൂ 9 സംഘം മടങ്ങണം. അങ്ങനെ ആ ഒരു മടക്കയാത്രയിലാണ് നിലവിലിപ്പോൾ സുനിതയും സംഘവും ഉള്ളത്. അവർ മടങ്ങി വരിക ഈ സ്പേസ് എക്സിൻ്റെ തന്നെ ക്രൂ 9 എന്ന് പറയുന്ന ഡ്രാഗൺ ഫ്രീഡം പേടകത്തിലായിരിക്കും. അവിടെ നിന്ന് ഈ
പേടകത്തിലാണ് അവർ പുറത്തേക്ക് വരിക. ഈ ഡ്രാഗൻ്റെ തന്നെ ഒരു ക്യാപ്സൂളായിട്ടുള്ള ഡ്രാഗൺ മോഡ്യൂൾ എന്ന് പറയുന്നതിലേക്കായിരിക്കും ഇവർ ഭൂമിയിലേക്ക് പതിക്കുക. നിലവിലിപ്പോൾ ഈ ഹാച്ചിങ് പ്രോസസ്സ്, അതായത് ഹാച്ചിങ് ക്ലോഷർ എന്ന് പറയുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഡോക്കിംഗ് എന്ന് പറയുന്നൊരു പ്രക്രിയ. ആ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയതിന് ശേഷം ഈ കവാടം തുറന്നാണ് 4 അംഗ സംഘം അകത്തേക്ക് കയറുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രചരിച്ചതാണ്. കാരണം സുനിത അവരെ ആലിംഗനം ചെയ്യുന്നതും ഈ 4 അംഗ സംഘം, അതായത് പുതിയതായിട്ട് പോയ 4 അംഗ സംഘം, ക്രൂ 10-ലെ 4 അംഗ സംഘം കയറി വരുന്നത് നമ്മൾ കണ്ടാണ്. ആ ഒരു കവാടമാണ് അല്പസമയം മുമ്പ് അടച്ചത്. ആ കവാടം അടച്ചു കഴിയുമ്പോൾ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അതുപോലെ തന്നെ പേടകവും തമ്മിലുള്ള ബന്ധം താൽക്കാലികമായി നിൽക്കും. എന്ന് വെച്ചാൽ പിന്നീടുള്ള ഏക പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ബഹിരാകാശ നിലയത്തിൽ നിന്ന് പേടകം വിട്ടുമാറുക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങളാണ്, അതിന് അൺഡോക്കിംഗ് എന്നാണ് പറയുക. ആ അൺഡോക്കിംഗ് പ്രക്രിയകളാണ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുക. ആ അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏകദേശം 15 മിനിറ്റുകൾ കൊണ്ട് ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഭൂമിയിലേക്കുള്ള ഒരു മടക്കയാത്ര ഈ സംഘത്തിന് സാധ്യമാകും. 17 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ഉണ്ടാവുക. ഏകദേശം 2:45 തന്നെയായിരിക്കും ഭൂമിയിലേക്ക് അവർ പ്രവേശിപ്പിക്കുക. അതപ്പം ഈ ഡിയോർബിറ്റ് ബേൺ പ്രക്രിയ എന്നുള്ളത്, അതായത് ഈ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഇവരുടെ ഈ വേഗത കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ വേഗത കുറയ്ക്കുന്ന പ്രക്രിയയ്ക്കാണ് ഡിയോർബിറ്റ് ബേൺ പ്രക്രിയ എന്ന് പറയുക. അത് പൂർത്തിയാകുന്ന അത് ഏകദേശം 2:41 കൂടി തന്നെ, ഇന്ത്യ സമയം പുലർച്ചെ 2:41 കൂടി തന്നെ ഈ പ്രക്രിയ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഈ സംഘം ഫ്ലോറിഡയുടെ തീരത്തേക്ക് ഇറങ്ങുക. ഈ ഫ്ലോറിഡയുടെ തീരത്തേക്ക് ഇറങ്ങുന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു നടപടിക്രമം, അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ അവസാനത്തെ ഈ ഒരു ഇടിച്ചിറക്കലാണ്. എന്ന് വെച്ചാൽ ശബ്ദത്തിനേക്കാളും 22 മടങ്ങ് വേഗതയിലായിരിക്കും ഈ സംഘം ഭൂമിയിലേക്ക് പതിക്കുക. അത്രയും വേഗതയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഒരു വേഗത എന്ന് പറയുന്നത് വന്ന് പതിക്കുമ്പോൾ ഒരു അപകടം ഉണ്ടാവാതിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ കടലിലേക്ക് ഇവരുടെ ഈ സംഘത്തെ ഇറക്കുക. അപ്പോൾ കടലിലേക്ക് ഇറക്കുന്ന സമയത്ത് ഈ വേഗതയുണ്ട്, അതിനോടൊപ്പം തന്നെ ഇത്രയേറെ വേഗതയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ചൂട് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. അപ്പോൾ ആ പ്രക്രിയ കൂടി പൂർത്തിയാകുമ്പോഴാണ് സുരക്ഷിതമായിട്ട് അവർ ഭൂമിയിലെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം ഈ കടലിൽ നിന്ന് ഇവരെ നാസയുടെ സംഘം തന്നെ സ്വീകരിക്കും. അങ്ങനെയാണ് ഇവരെ ഭൂമിയിലേക്ക് എത്തിക്കുക. അതിനോടൊപ്പം തന്നെ പറയേണ്ട കാര്യം, ഇത്രയേറെ ദിവസങ്ങൾ സ്വാഭാവികമായി തന്നെ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്നവർക്ക്, ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശ യാത്ര കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ഭൂമിയിലുള്ള സാഹചര്യമേ അല്ല ബഹിരാകാശത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ആ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഈ സുനിതയ്ക്കും അതുപോലെ തന്നെ വിൽമോറിനും ഉണ്ടാകുക. ഒരു ഘട്ടത്തിൽ ഇവരുടെ ആരോഗ്യം വളരെ ക്ഷയിച്ചു എന്നും അവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള തരത്തിലേക്കൊക്കെ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നാസയോട് തന്നെ സുനിതയും അതുപോലെ തന്നെ വിൽമോറും വന്ന് അവരുടെ ദിനചര്യകൾ എന്താണെന്നും അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. 7 മണിക്കൂർ മുമ്പ് നാസ പുറത്തുവിട്ട ദൃശ്യങ്ങളിലും ഈ കാര്യങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്. അതായത് തങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ്, അതിനോടൊപ്പം തന്നെ കഴിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ്, അവരുടെ ഒരു ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു 2.5 മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു വീഡിയോ നാസ തന്നെ ഒരു 7 മണിക്കൂർ മുമ്പ് പുറത്തുവിട്ടിരുന്നു. അതിനകത്ത് വ്യക്തമാണ് അവർ എന്താണ് അവിടെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവർ ആ പേടകത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട്, സ്റ്റാർലൈനറിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ നിന്ന് മടങ്ങി വരാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ പോലും അവർ ശരിക്കും പറഞ്ഞാൽ കുടുങ്ങിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു ക്രൂ 9-ൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി അവർ മാറുകയാണ് ചെയ്തത്. ആ ക്രൂ 9 എന്താണോ ചെയ്യുക ആ ദൗത്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇനിയും ഒരു കുറച്ച് സമയത്തിൻ്റെ കാത്തിരിപ്പ് മാത്രമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അൺഡോക്കിംഗ് പ്രക്രിയകൾ പൂർത്തിയാകും. അൺഡോക്കിംഗ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ കണ്ണ് ആ ഡ്രാഗൺ പേടകത്തിലാണുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ സയൻസോ സാങ്കേതിക വിദ്യയോ ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷിച്ചത്. അവിടെ അങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യരുടെ മനോധൈര്യം, അവർ പുലർത്തുന്ന ആത്മവിശ്വാസം, ഇതൊക്കെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിലൊക്കെ തളർന്നു പോകുന്ന മനുഷ്യരാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ളവർ. അപ്പോഴാണ് ഈ ബഹിരാകാശ നിലയത്തിൽ ഇത്രയും നാൾ കുടുങ്ങിയതിന് ശേഷമുള്ള ഇവരുടെ മടങ്ങിവരവ്. ഇതിൻ്റെ വെല്ലുവിളികളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമ്മളെക്കാളൊക്കെ എത്രയോ മടങ്ങ് അറിയാവുന്ന മനുഷ്യരാണ്. എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ ചിരിച്ച മുഖത്തോടെ എപ്പോഴും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാനും കാര്യങ്ങൾ വിവരിക്കാനും ഒക്കെ സുനിത വില്യംസും ബുച്ച് വിൽമോറും കാണിച്ച ധൈര്യം, ആത്മവിശ്വാസം, അത് പറയാതിരിക്കാതെ വയ്യ എന്നുള്ളതാണ്. മനീഷ മാത്യു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.